കുട്ടികളിലെ ലഹരി ഉപയോഗം പല്ലും നഖവും ഉപയോഗിച്ച് ചെറുക്കും. ഓഹോ, ഉഷ്ണതരംഗം ഉത്തരേന്ത്യയിൽ 54 മരണം. ചെറിയ പ്രദേശത്തെ അതിതീവ്ര മഴ കൂടുന്നു. ഓഹോ, ചേട്ടോ അകത്തോട്ട് വരട്ടെ. ആ കേറി വാ. ആ ഗേറ്റും തുറന്ന് വലത്തിട്ടിട്ട് നീ എങ്ങോട്ട് പോണത്? ഓ, കഥവിനെ അടച്ചു വെച്ച് ഇനി പുറത്തോട്ട് പോണ്ടേ എനക്ക്? ഇയാളെന്തിൽ ഗോഡ് ഫാദറിന്റെ എണ്ണം പിള്ള കളിക്കണം? ചേട്ടാ മക്കളാണ്. ചേട്ടാ എന്ത് വിശേഷം? ചേട്ടാ എൻ്റെ വീട് അക്കരക്കരയാണ്. ചേട്ടാ എന്നെ വലുതായിട്ട് കണ്ടിട്ടില്ല. ഞാൻ ആ ഭാഗത്തോടൊക്കെയാണ് ജോലിക്ക് പോകണം. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയാണ്. എൻ്റെ മോന് പഠിക്കാൻ വേണ്ടി കുറച്ച് ബുക്കും പുസ്തകമൊക്കെ വാങ്ങണം. അതുകൊണ്ട് ചേട്ടൻ്റെ എന്തെങ്കിലും ഒരു ധനസഹായം തന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഓഹോ, നീ എന്തോന്ന് പണിക്ക് പോണേ? ചേട്ടാ ഞാൻ തെങ്ങ് കയറാനാണ് പോണത്. ഇപ്പം മഴയൊക്കെ വന്നുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. ഇപ്പോൾ സ്കൂൾ തുറപ്പം എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പം അങ്ങനെ കുറേ വീടുകളിൽ കയറി ഇറങ്ങിയാണ് ഇങ്ങനെ കളക്ട് ചെയ്താണ് കുഞ്ഞിനെ. വളരെ കഷ്ടപ്പാടായിട്ട്. അപ്പം മഴയാണ്ട് തെങ്ങി കയറാൻ പറ്റില്ല. ഈ പെൻഷനൊന്നും ഇപ്പൊ കറക്റ്റായി കിട്ടുന്നില്ല. കയ്യിൽ പൈസയൊന്നും ഇല്ല. 200-300 രൂപ തന്നെ കാണും. എടാ ഇതൊന്നും നശിപ്പിക്കാതെ ഒരു നല്ല കാര്യത്തിന് വന്നതാണ്. അയാൾ വല്ലതും പറയും. വലിയ ഉപകാരം. മോനെ നന്നാ പഠിക്കണം കേട്ടാ. ശരി കേട്ടാ. പൈസ വെച്ച് തന്നിരിക്കുന്നു 300 കുടുവ. മനസാക്ഷിയില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഉണ്ടല്ലോ ദൈവമേ. മക്കളെ നീ പോവല്ലേ വീട്ടിലോട്ട്? ഐസ്ക്രീമാ? എടാ ആകപ്പാടെ കിട്ടിയത് 300 രൂപ. അതിന് നിനക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞാൽ ഇനി 20 രൂപ ഉണ്ടെങ്കിൽ മാം വിചാരിച്ച കാര്യം നടക്കും. മാമ ഒരുമാതിരി അലമ്പ് സുഖം കാണിക്കല്ലേ. അമ്മ എന്തോ വീട്ടിൽ വിളിച്ചോണ്ടുവന്നത്? ഐസ്ക്രീം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടല്ലേ വിളിച്ചോണ്ടുവന്നത്? മര്യാദക്ക് എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു ഞാൻ മറ്റേ പൈസ മാമന്റെ ഞാൻ പറയേ. നീ സമാധാനപ്പെടേ. മാമ എൻ്റെ ഒരു 3-4 വീട്ടിൽ കൂടെ പോവാനുണ്ട്. നീ ഒന്ന് സഹകരിച്ചാ നമുക്ക് ഉഷാറായിട്ട് പിരിച്ചെന്ന് ഫാമിലി ഐസ്ക്രീം തന്നെ കുടിക്കാം കേട്ടാ. നാളെ ഇങ്ങോട്ട്. ഇനി ഞാൻ വരൂല. അച്ഛൻ അറിഞ്ഞ എന്നെ വഴക്ക് പറയും. അമ്മ ഐസ്ക്രീം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ വന്നത്. എന്തായാലും മറ്റു മാമന്റെ അടുത്ത് പറയും. നാളെ ഇങ്ങോട്ട്. എല്ലാരും കാര്യം പറയും. മക്കളെ മിണ്ടാതിരടാ. ഞാൻ 300 രൂപ തന്നത് എന്റെ ഭാര്യക്ക് ഭയങ്കര പ്രയാസമായി. പഠിക്കണ ഒരു കുട്ടിയല്ലേ, അതുകൊണ്ട് ആ കുട്ടിയെ നല്ല രീതിയിൽ ഒന്ന് സഹായിക്കണം. എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. ഞാൻ ഒരു 1000 രൂപ തന്ന് സഹായിക്കാന്ന് വിചാരിച്ചു. ചേട്ടാ വലിയ ഉപകാരം കേട്ടാ. പൈസ തയ്യൂലെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം. ചേട്ടൻ്റെ മനസ്സ് നന്നായിരിക്കട്ടെ. ഇല്ലടാ സന്തോഷമല്ലേ? മോൻ നന്നായിട്ട് പഠിക്കണം. അച്ഛനെ വിഷമിപ്പിക്കാന്നും ചെയ്യരുത് കേട്ടാ. മാമ ഇതെന്റെ അച്ഛനൊന്നുമല്ല, ഇതെന്റെ മാമനാണ്, അമ്മയുടെ സഹോദരൻ. കുടിക്കാൻ പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് നാട്ടുകാരെ പറ്റിച്ച് പൈസ വാങ്ങിയാൻ വന്നതാണ്. എന്തെല്ലാം മാർക്കുണ്ടാ പിള്ളേര് പഠിക്കണ കാര്യത്തിലും കൂടി കൈ വെച്ചാ